ഹലോ നമസ്കാരം. ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം പിങ്ക് മോസ്കും പുത്രജയ ടൂറും തിയാൻഹു ചൈനീസ് ടെമ്പിളും പിന്നെ പെട്രോണാസ് ട്വിൻ ടവറും കണ്ടതിന് ശേഷം രാത്രിയിൽ ഞങ്ങൾ പോയത് ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. ഫുഡ് സ്ട്രീറ്റിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ കണ്ടത് ഒരു ദുരിയാൻ്റെ ഷോപ്പാണ്. ദുരിയാൻ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും നമുക്ക് പിടിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകളുണ്ട്. ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും നമ്മൾക്ക് നാട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ കുറേ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് അവിടെ നമ്മൾ കണ്ടു. ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ ചെറിയ മാങ്ങകൾ, അത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സ്ട്രീറ്റിൽ കൂടെ കുറേ അങ്ങ് നടന്നു. കാരണം ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് ആൾക്കാർ, തിരക്ക്. അവിടെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു വൈബാണ്, നല്ലൊരു രസമാണ് കാണാനും. ചുമന്ന കളറിലുള്ള കുറേ അലങ്കാരങ്ങളും ലൈറ്റുകളും ആൾക്കാരും ബഹളവും എല്ലാം ആയിട്ട് ഭയങ്കര അടിപൊളി കാഴ്ചകളായിരുന്നു. പിന്നെ സീ ഫുഡിൻ്റെ കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ നമുക്ക് സ്ട്രീറ്റിൽ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മാംഗോസ്റ്റിയാനും അങ്ങനെ അതൊക്കെ വെറും 15 റിങ്കറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് വലിയ വിലയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം വില ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോൾ നമുക്ക് കുറേ സ്റ്റീക്കുകളും പിന്നെ മിഷ്കാക്കീസും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അതൊക്കെ നമ്മൾ വേറെ സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, പിന്നെ കുറേ മോമോസുകൾ, പിന്നെ കുറേ ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ നമ്മുടെ ബനാന ഫ്രൈ ഒക്കെ പോലെ തന്നെയുള്ള കുറേ ഫ്രൈ ഐറ്റംസ്. പിന്നെ ഇത് ടാങ്കലു ഒക്കെ മിക്കിയുടെ ഒരു ഫേവറേറ്റ് ഐറ്റമായിരുന്നു. ഫ്രൂട്ട്സൊക്കെ എന്തോ പഞ്ചസാരക്കകത്തൊക്കെ മുക്കി നല്ല മധുരമായിട്ട് ഫ്രൂട്ട്സിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും. അത് നല്ല തണുത്തതും കൂടെ കഴിക്കുമ്പം വെറൈറ്റി ഒരു ടേസ്റ്റായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ബനാന ഫ്രൈ ആയിരുന്നു. അങ്ങനെ മിക്ക ആദ്യം തന്നെ ടാങ്കിൽ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഫ്രൂട്ട്സിൻ്റെ പുറത്ത് പഞ്ചസാരയൊക്കെ ഐസ് കട്ട പോലെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ നമുക്ക് പിടിക്കുന്ന സാധനമൊന്നുമല്ല അത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിലൂടെ കുറേ ദൂരം നടന്നു. ഒരുപാട് ആൾക്കാരും പല രാജ്യത്തു നിന്നുള്ള പല വേഷധാരികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സീ ഫുഡൊക്കെ കണ്ടപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നി. പക്ഷേ കഴിക്കാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. ഇത് നമ്മുടെ ദുരിയാനാണെങ്കിൽ നമ്മുടെ ചക്കച്ചുള പോലെ അവർ ഉരിഞ്ഞുരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ അതിലൂടെ നടന്നു പോകുമ്പം റെസ്റ്റോറൻറ്റ്സിൻ്റെ എല്ലാ ഫ്രണ്ടിൽ കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ ക്യാൻവാസ് ചെയ്ത് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അവരെന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തിരക്കിട്ട് മുമ്പിൽ കയറുന്നതെന്ന് കാണേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേ നോക്കിയാൽ ആ കടയിൽ എന്താ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ വെറൈറ്റി പോർക്ക് ഐറ്റംസും പിന്നെ കുറേ സീ ഫുഡ് ഐറ്റംസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണെങ്കിൽ ഓയിസ്റ്റർ കൊണ്ടുള്ള എന്തോ ബേക്ക് ചെയ്തിട്ട് അവരുണ്ടാക്കുന്നതായിരുന്നു. ഞങ്ങളിതൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്നും അത്രയ്ക്കും സേഫ് ആണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് പരീക്ഷിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ വലിയൊരു സ്ക്വിഡ് വാങ്ങിച്ച് കഴിച്ച് നോക്കി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുന്നത്, നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ സ്ക്വിഡിൻ്റെയൊക്കെ തന്നെ ടേസ്റ്റ്. അത് ഗ്രില്ല് ചെയ്തതായിരുന്നു. ചെറിയൊരു ഉപ്പ് മാത്രമേ അതിലിട്ടിട്ടുള്ളൂ. പക്ഷേ നല്ല രുചിയുണ്ടായിരുന്നു. ഇത് ഇവരുണ്ടാക്കുന്നത് ഓയിസ്റ്റർ മഷ്റൂംസ് ആണ്. എഗ്ഗും മഷ്റൂംസും ഒക്കെ ഇട്ടിട്ട് ഓയിസ്റ്റർ ഓംലേറ്റുകളും പിന്നെ കുറേ ക്രാബിൻ്റെ ഐറ്റംസും ബേക്ക് ചെയ്തതുപോലെ ക്രാബും ഒക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മോസ്റ്റ്ലി അവരുടെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ബേക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ്. ആവി കയറ്റി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നു മലേഷ്യൻ സ്ട്രീറ്റ് ഫുഡിൽ കുറേ ഐറ്റംസ് ബേക്ക് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അത് വളരെ ഹെൽത്തിന് നല്ലൊരു കാര്യം കൂടിയാണ് ഇങ്ങനെ സ്റ്റീം ചെയ്തിരിക്കുന്ന ഫുഡ്. പിന്നെ ഒരുപാട് വെറൈറ്റി കേക്കുകളും
കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ്റെ ഓരോ പാർട്സായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തതുപോലെ നമ്മൾ ഓർഡർ ചെയ്യുമ്പം തന്നെ അവരുണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ചെമ്മീനാണ്. അതുപോലെ തന്നെ കുറേ ടൈപ്പ് ബർഗറുകളും ബേക്ക് ചെയ്ത കുറേ ടൈപ്പ് കേക്കുകളും പിന്നെ ചിക്കൻ ബണ്ണ് അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ ബണ്ണാണ്. ഈ ബണ്ണിനകത്ത് അവർ ചിക്കൻ വെച്ചിട്ട് ബേക്ക് ചെയ്ത് തരും. അപ്പം അതിനകത്ത് കുക്ക് ചെയ്ത ചിക്കനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സീ ഫുഡുകളൊക്കെ ഒരുപാട് വെറൈറ്റി സീ ഫുഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സീ ഫുഡ് വെറൈറ്റീസൊക്കെ കണ്ട് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത് ചിക്കൻ ബണ്ണായിരുന്നു. ചിക്കൻ നല്ല ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയെടുത്തതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ബണ്ണിനകത്ത് വെച്ച് നിറച്ചത്. ഏകദേശം നമ്മുടെ ഷവർമയുടെയൊക്കെ ഒരു സെയിം പാറ്റേൺ തന്നെ വരും. ഒട്ടും സ്പൈസി അല്ലായിരുന്നു. ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് പുഴുങ്ങിയെടുത്ത ചിക്കനായിരുന്നു ആ ബണ്ണിനകത്ത് ഫില്ല് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ചിക്കൻ മോമോസ് ആയിരുന്നു. മോമോസിന് എനിക്ക് തോന്നുന്നു എവിടെ ചെന്നാലും സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല, ടേസ്റ്റ് ഡിഫറൻസ്. മോമോസ് ആ സോസിനകത്ത് മുക്കി കഴിച്ചപ്പം ശരിക്കും നമുക്ക് ഒന്നും കൂടി കഴിക്കാൻ തോന്നി. കാരണം എല്ലാം ചെറിയ ചെറിയ മോമോസ് ആയിരുന്നു. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവിടെ പ്രധാനമായിട്ടും പോർക്കിൻ്റെ ഐറ്റംസാണ് ഉണ്ടായിരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു ഡിഷ് ഓർഡർ ചെയ്തു. പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ഫ്രൈ അതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. ഈ സ്ട്രീറ്റിലാണെങ്കിൽ ഒരു സൈഡ് ഫുള്ള് റെസ്റ്റോറൻ്റാണ്, ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതും പിന്നെ അന്നേരം തന്നെ ഉണ്ടാക്കി തരുന്ന ഫുഡുകളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും അതിനിടയ്ക്ക് ഈ ഫുഡെല്ലാം കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് പാട്ടും കേൾക്കാൻ പറ്റും. കാരണം സ്ട്രീറ്റിൽ നിന്നിട്ട് ആൾക്കാർ അവരവരുടെ ഇൻസ്ട്രുമെൻസും കൊണ്ട് വന്നിട്ട് അവരവരുടെ സ്റ്റൈലിലും ശൈലിയിലുമുള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. പക്ഷേ കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ലൊരു അന്തരീക്ഷം. പിന്നെ അവരതിന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൊണേഷൻസൊക്കെ കൊടുക്കാം. അത് അവർക്ക് ഒരു വരുമാന മാർഗ്ഗമാണ്. കേട്ടിരിക്കാനും പിന്നെ കാണാനും ഒക്കെ നല്ല ഒരു വൈബുള്ള സ്ഥലം തന്നെയാണ് ഫുഡ് സ്ട്രീറ്റ്. ഈവനിങ്ങിലൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പാട്ടുകളൊക്കെ കേൾക്കാം, വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മലേഷ്യൻ ടൂറിൻ്റെ ആദ്യത്തെ ദിവസം എൻഡിലെത്തി. ഫുഡ് സ്ട്രീറ്റോടുകൂടി എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നാളത്തെ കാഴ്ചകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നാളെ പുതിയ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അതെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ, സീ യു.